നാരായണീയം ഔഷധവും കുടുംബങ്ങളുടെ ഐക്യവും സമൂഹത്തിന്റെ ഒരുമയുമാണെന്ന് സ്വാമി ഉദിത് ചൈതന്യ. നാരായണീയം ലോകത്തെ മാറ്റാൻ കഴിവുള്ളതാണെന്നും സ്വാമി പറഞ്ഞു. ഗുരുവായൂരിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം നാരായണീയ മഹോത്സവത്തിന്റെ സ്വാഗത സംഘം പ്രഖ്യാപനത്തോടനുബന്ധിച്ച് സത്സംഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദീപപ്രോജ്വലനം നടത്തി. സ്വാമി ഉദിത് ചൈതന്യ സത്സംഗം ഉദ്ഘാടനം ചെയ്തു. ഭവനം നാരായണീയം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാന്ദ്രാനന്ദം പെരിങ്ങര കേശവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വൈകുണ്ഠാമൃതത്തിനുള്ള ധനസമാഹരണം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ജനറൽ സെക്രട്ടറി ഹരിമേനോൻ ചമ്മപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വിപുലീകരിച്ച സ്വാഗത സംഘത്തിന്റെ പ്രഖ്യാപനം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ നിർവഹിച്ചു. കൗൺസിലർ ശോഭ ഹരിനാരായണൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, വടക്കുംപാട്ട് നാരായണൻ, പൈതൃകം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ബാബുരാജ് കേച്ചേരി, CK മധു, PS നന്ദകുമാർ, ഷാജി തൊടുപുഴ എന്നിവർ സംസാരിച്ചു. വിവിധ നാരായണീയ പാരായണ സമിതികളുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും നടന്നു. ഒക്ടോബർ 5 മുതൽ 11 വരെയാണ് 1.5 ലക്ഷത്തോളം ഭക്തർ പങ്കാളികളാകുന്ന വൈകുണ്ഠാമൃതം ഗുരുവായൂരിൽ നടക്കുന്നത്. ഇവിടെയാണ് നമുക്ക് 3 സന്ദേശങ്ങൾ ഈ നാരായണീയ മഹോത്സവത്തിലൂടെ കൊടുക്കാനുള്ളത്. ഒന്ന്, നാരായണീയം ആരോഗ്യമാണ്. വാട്ട് ഈസ് ഹെൽത്ത് എന്ന് ചോദിച്ചാൽ നാരായണീയം ആരോഗ്യമാണ്, അത് ഔഷധമാണ്. രണ്ടാമത്, നാരായണീയം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഐക്യമാണ്, ആ സ്നേഹബന്ധമാണ്. മൂന്ന്, നാരായണീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരുമയാണ്, ഒത്തൊരുമയാണ്, സമൂഹത്തിന്റെ പാരസ്യം. ഇങ്ങനെ നാരായണീയത്തിലൂടെ നമുക്കൊരു